ലോക്ഡൌൺ ഇളവുകളിലേക്ക് തന്നെ വീണ്ടും സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചു ആരോഗ്യമന്ത്രി. ഞായറാഴ്ച ഒഴികെ കടകൾ ആഴ്ചയിൽ 6 ദിവസം തുറക്കാം. പ്രവർത്തന സമയം രാവിലെ 7 മുതൽ രാത്രി 9 വരെയാക്കി. ഓണത്തിനും സ്വാതന്ത്ര്യദിനത്തിനും ഞായറാഴ്ച ലോക്ഡൌൺ ഉണ്ടാകില്ല. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. അതിനു മുൻപ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പരാമർശത്തിലേക്ക്. ഇന്നത്തെ പൊതു സാഹചര്യവും വാക്സിനേഷന്റെ പുരോഗതിയും കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 1000 പേരിൽ 10ൽ കൂടുതൽ രോഗികൾ ഒരാഴ്ച ഉണ്ടായാൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌണും മറ്റുള്ള ഇടങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ടാകും. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഞായറാഴ്ച പ്രവർത്തിക്കുന്നതാണ്. ഓണത്തിന്റെ തിരക്ക് കൂടി കണക്കിലെടുത്ത് 22-ാം തീയതി ഞായറാഴ്ചയും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഉത്സവകാലമായതുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നടപടികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിന് പ്രത്യേകമായ സംവിധാനം വ്യാപാര സ്ഥാപനങ്ങൾ എടുക്കേണ്ടതാണ്. ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് ഹോം ഡെലിവറി സൗകര്യം കഴിയാവുന്നത്ര ഇടങ്ങളിൽ വിപുലീകരിക്കണം. പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നതാണ്. കടകളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ അനുവദിക്കാവുന്നതാണ്. സാമൂഹിക അകലം പാലിക്കുന്നതിനായി 25 ചതുരശ്ര അടിയിൽ ഒരാളെന്ന നിലയിലായിരിക്കണം പ്രവേശനം. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും വ്യാപാരികളുമായി ചേർന്ന് യോഗങ്ങൾ നടത്തും. കടകൾ സന്ദർശിക്കുന്നവർ ആദ്യ ഡോസ് വാക്സിനേഷനെങ്കിലും എടുത്തവരോ 72 മണിക്കൂറിനുള്ളിൽ RT-PCR നെഗറ്റീവ് ഫലം ലഭിച്ചവരോ 1 മാസത്തിനുള്ളിൽ കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവരോ ആകുന്നതായിരിക്കും അഭികാമ്യം. ഇതോടൊപ്പം അത്യാവശ്യ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങുന്നതിനുള്ള അനുമതിയും നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. കേരളത്തിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ പൂർണ്ണമായി ലോക്ക്ഡൌൺ അല്ലാതായിരിക്കുന്നു. എല്ലാ കടകളും തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. കടകൾ രാവിലെ 7 മുതൽ 9 മണി വരെ പ്രവർത്തിക്കാം. കടയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ കടയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. 25 ചതുരശ്ര അടിയിൽ ഒരാൾ എന്ന നിലയിൽ കടയ്ക്കുള്ളിൽ ആളെ പ്രവേശിപ്പിക്കാവുന്നതാണ്. ഒരു പ്രദേശം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട പ്രദേശമാണോ അല്ലയോ ആ പ്രദേശത്തെ രോഗികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും. നേരത്തെ TPR അടിസ്ഥാനത്തിലായിരുന്നു. ഒരു പ്രദേശത്ത് 1000 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർ കോവിഡ് പോസിറ്റീവായാൽ ആ പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതായത് പ്രദേശത്തെ 1% ആൾക്ക് രോഗം പകർന്നു കഴിഞ്ഞാൽ ആ പ്രദേശം ലോക്ക്ഡൌണിലേക്ക് നീങ്ങും എന്ന് ചുരുക്കം. അത് കല്യാണം, അതായത് വിവാഹം അടക്കമുള്ള മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്ക് തന്നെയാണ് പങ്കെടുക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ഇത്രയും വിസ്തീർണമുള്ള ക്ഷേത്രങ്ങളിൽ മണ്ഡപ കല്യാണം ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നത്. ആൾക്കൂട്ടം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഇളവുകളിലേക്ക് കൂടിയാണ് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. ഉമേഷിലേക്ക് തിരികെ വരാമെന്ന് കരുതുന്നു. ആരാധനാലയങ്ങളിൽ 40 പേര് ആണ് ഉണ്ടാവുക, 40 പേർക്ക്. അതോടൊപ്പം തന്നെ വിവാഹം, മരണാനന്തര ചടങ്ങുകൾ 20 എന്നുള്ള പഴയ രീതി തന്നെ തുടരുമ്പോൾ പ്രധാനമായും കടകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചുകൊണ്ടുള്ള, അതായത് വ്യാപാര വ്യവസായ സംഘടനകളെല്ലാം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. അതിന് അനുസരിച്ചുള്ള ഒരു ഇളവ് വന്നിരിക്കുന്നു. അത് തന്നെയാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത്. ഉമേഷ്, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കടകളുടെ പ്രവർത്തന സമയം എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ള നിയന്ത്രണങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നുകൂടി വേണോ മനസ്സിലാക്കാൻ? നേരത്തെ എല്ലാ കടകളും എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അവശ്യ സർവീസുകൾ മാത്രമായിരുന്നു എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. മറ്റു കടകൾ, അതായത് മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ, വസ്ത്രശാലകൾ, ചെരുപ്പ് കടകൾ അടക്കമുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം മാത്രമേ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അത് മാറിയിരിക്കുന്നു. അത് ആഴ്ചയിൽ എല്ലാ ദിവസവും എല്ലാ സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാകും. ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രദേശങ്ങൾ ഒഴികെ, അതായത് ഇത്തരത്തിൽ 1% പേർ രോഗബാധിതരാകുന്ന പ്രദേശം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കടകളും എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കാം. ഞായറാഴ്ച ഒഴികെ. ഞായറാഴ്ച ഈ വരുന്ന 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നും 3-ാം ഓണത്തിന്റെ അന്നും നിയന്ത്രണത്തിന് ഇളവുണ്ട്. ആ ദിവസങ്ങളിൽ ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ ആയിരിക്കില്ല.
അതായത് ശനിയാഴ്ചത്തെ വാരാന്ത്യ ലോക്ക്ഡൌണും മാറ്റിയിരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റമുണ്ടായിരിക്കുന്നു. 7 മണി മുതൽ രാത്രി 9 മണി വരെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. കൂടാതെ കടക്കകത്ത് നേരത്തെ ആളുകൾക്ക് പ്രവേശിച്ച് സാധനം എടുക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അതായത് സൂപ്പർ മാർക്കറ്റുകളിലടക്കം കടകൾക്കകത്ത് പ്രവേശിക്കണമെങ്കിൽ അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ, അതായത് ഒരു സ്ഥലത്തെ വിസ്തീർണം എത്രയാണ് അതിനനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നു. നേരത്തെ അത് ഒരു കടയിൽ 10 പേർ, ഏറ്റവും കൂടിയത് 10 പേർ എന്ന നിലയിലായിരുന്നു. അത് വലിയ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും ചെറിയ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും ഈ രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇതിൽ മാറ്റം വന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ വലുപ്പം അനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കാം. 25 ചതുരശ്ര അടിയിൽ ഒരാൾ എന്ന നിലയിലായിരിക്കും ഇത്തരത്തിൽ പ്രവേശനം അനുവദിക്കുക. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന വിവാഹങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഉള്ള പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണത്തിന്റെ പരിമിതി അത് അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 20 പേർക്കാണ് ഇപ്പോഴും പങ്കെടുക്കാൻ അനുമതി. പക്ഷേ അത് 40 പേരെ പരമാവധി ആകാം എന്നുള്ള ഒരു ഇളവും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പമാണ് ഈ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നവർ രണ്ട് വാക്സിനേഷനും പൂർത്തിയായവരോ കോവിഡ് റൈറ്റ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ മുൻ മന്ത്രി KT ജലീൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിന്റെ തത്സമയത്തിലേക്ക്. ഇന്നലെ നിയമസഭയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകൻ ഹാഷിക്കിന്റെ പണമടക്കം 110 കോടി രൂപ മലപ്പുറം ജില്ലയിലെ അബ്ദുറഹിമാൻ നഗർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ രേഖകളില്ലാത്തതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. അത് കണ്ടുകിട്ടി. രേഖകൾ ഹാജരാക്കുന്നവർക്ക് പണം തിരിച്ചു നൽകാം എന്ന് പറഞ്ഞു. ഏതാണ്ട് 2 മാസം പിന്നിട്ടു. 2 മാസത്തിനിടയിൽ 7 കോടി രൂപയുടെ അവകാശികൾ രേഖകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുകയും തങ്ങളുടെ പണം പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ 103 കോടി രൂപയുടെ നിക്ഷേപകർ ഇതുവരെയും രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ രേഖകൾ ഹാജരാക്കാതെ നിക്ഷേപിച്ച പണം AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴും ഉള്ളവരുടെ കൂട്ടത്തിലുള്ള ലിസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ പേരുകാരൻ ഹാഷിക്ക് പാണ്ടിക്കടവത്ത് ഹൗസ് എന്നുള്ള വ്യക്തിയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകനാണ് ഹാഷിക്ക്. ഹാഷിക്കിന്റെ 3.5 കോടി രൂപയാണ് AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. 1.5 കോടി രൂപയോളം പലിശ ഇനത്തിലുള്ള പണം ഹാഷിക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അത് അക്കൗണ്ട് മുഖേനയല്ല. ഹാഷിക്കാണെങ്കിൽ ബാങ്കിൽ വന്ന് പിൻവലിച്ചതായി രേഖകളും ഇല്ല. മറ്റാരോ ആണ് ആ പണം പോലും പിൻവലിച്ചിരിക്കുന്നത്. NRI അക്കൗണ്ടിലെ പണമാണത് എന്നാണ് ഇന്നലെ സഭയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ, പറഞ്ഞത്. അബ്ദുറഹിമാൻ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ NRI അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല. അതിനുള്ള അംഗീകാരം ആ ബാങ്കിന് ആരിൽ നിന്നും, ഒരു അതോറിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടില്ല. നിയമസഭയെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അദ്ദേഹത്തിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്
മലപ്പുറം ജില്ലയിലെ അബ്ദുറഹിമാൻ നഗർ സർവീസ് സഹകരണ ബാങ്കിലെ 257 ഡെപ്പോസിറ്റേഴ്സിന്റെ വിശദമായ വിവരങ്ങൾ നൽകാൻ സഹകരണ വകുപ്പിലെ JRനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 71 പേരുടെ പേരിലുള്ള 3.5 കോടി ബാങ്കിൽ നിന്ന് പിൻവലിച്ചതായി കണ്ടെത്തി. ഈ 71 ആളുകൾക്ക് JR നോട്ടീസ് അയച്ചിട്ട് എല്ലാം മടങ്ങി വന്നത് നോട്ട് നോൺ, ഇങ്ങനെ ഒരു അഡ്രസ്സുകാരൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ 71 പേരുടെ പേരിൽ പിൻവലിച്ച 3.5 കോടി ആരാണ് പിൻവലിച്ചത്, എന്നാണ് പിൻവലിച്ചത്, അതേക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. 2015-16 കാലത്താണ് പാണ്ടിക്കടവത്ത് ഹാഷിക്കിന്റെ പേരിലുള്ള 3.5 കോടി രൂപ നിക്ഷേപിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു അതിൽ 1.5 കോടി കൂടുതൽ ഉണ്ടായിരുന്നു, അത് പലിശപ്പണമാണ്. പലിശപ്പണം ആര് പിൻവലിച്ചു, ആർക്ക് വേണ്ടി പിൻവലിച്ചു? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതകൾ നിറഞ്ഞതാണ്. അതിനെതിരെ ഇഡിക്ക് പരാതി നൽകും. പരാതി നൽകും. പരാതി നൽകും. അല്ല, അതും ഉടനെ തന്നെ നൽകും. മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ ഭൂരിപക്ഷവും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അധീനതയിലാണ്. കേരള ബാങ്കിൽ മലപ്പുറം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ ചേരാതിരുന്നതിന്റെ കാരണം കോടികളുടെ കള്ളപ്പണം ഈ ബാങ്കുകളിൽ പലരുടെ പേരിലും നിക്ഷേപങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ കൂടി ബോധ്യത്തിലാണ്. സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളും ജില്ലാ ബാങ്കുകളും കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മലപ്പുറം മാത്രം പ്രത്യേക ഭരണപ്രദേശം എന്നുള്ള രൂപത്തിൽ മാറി നിന്നതിന്റെ അടിവേരുകൾ അന്വേഷിച്ചാൽ കള്ളപ്പണത്തിന്റെ കഥകൾ പുറത്തുവരും. AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ തന്നെ ഏതാണ്ട് 600 കോടിയോളം രൂപയുടെ രേഖകളില്ലാത്ത നിക്ഷേപമുണ്ട് എന്നാണ് നിഗമനം. ഈ ബാങ്കിൽ ഏറെക്കാലം സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ഹരികുമാർ, അദ്ദേഹം സെക്രട്ടറിയായി റിട്ടയർ ചെയ്തതിന്റെ തൊട്ട് അടുത്ത ദിവസം അതേ ബാങ്കിൽ ഡയറക്ടറായി നിയമിതനാവുകയുണ്ടായി. AR നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇപ്പോഴത്തെ ഭരണസമിതിയെ വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രേഖകളൊന്നും അവർ നൽകുന്നില്ല. അതുകൊണ്ട് ആ ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടണം എന്ന് ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംവിധാനമായി ലീഗിനെയും ലീഗിന്റെ സ്ഥാപനങ്ങളെയും ഉപയോഗിക്കുന്നു എന്ന കുറ്റകരമായ മാപ്പർഹിക്കാത്ത പാതകമാണ്
ലീഗിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നോട്ടീസാണല്ലോ അത്. രണ്ട് തവണ നോട്ടീസിന് മറുപടി കൊടുത്തു. മൂന്നാമത്തെ തവണ ED പാണക്കാട്ടെത്തി. അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ കാരണം വരാൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് പാണക്കാട്ടെത്തിയത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലാണ് ED അവരുടെ ഔദ്യോഗിക കാറിൽ വന്നത്. അവിടെ നിന്ന് ഒരു സ്വകാര്യ വാഹനത്തിലാണ് തങ്ങൾ പാണക്കാട്ട് എത്തിയത്. ഈ ചോദ്യം ചെയ്യൽ പാണക്കാട് തങ്ങളെ വല്ലാതെ മാനസികമായി തളർത്തുകയും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം കള്ളപ്പണം നിക്ഷേപിച്ച കേസിലാണ് തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ വിവരശേഖരണം നടത്തിയതിന് ശേഷം തങ്ങളോട് തന്നെ പറഞ്ഞത്, തങ്ങളെ നിങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ തങ്ങളെ കരുവാക്കി പലതും അങ്ങ് നേതൃപദവി അലങ്കരിക്കുന്ന സ്ഥാപനങ്ങളിൽ നടക്കുന്നു. മേലിൽ ചെക്കുകൾ ഇവർക്ക് ഒപ്പിട്ടു കൊടുക്കരുത്. ഭാവിയിൽ അതുണ്ടായാൽ നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന വിവരവും തങ്ങളോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിട്ടാണ് വിവരം. AR നഗർ ബാങ്കിലല്ല, ചന്ദ്രികയിൽ 10 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ചന്ദ്രികയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഇവരൊക്കെ അഴിമതിയിലൂടെ ഉണ്ടാക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ ചന്ദ്രിക പത്രത്തെ പോലും കരുവാക്കി. അവർ ചെയ്ത ആ പാതകത്തിന്റെ പേരിലാണ് ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. തങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ വിദേശത്ത് സമ്പത്തിന്റെ തൊട്ടിലിൽ ജനിക്കാനുണ്ടായത്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെയായിരുന്നല്ലോ, ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അല്ലാതെ എവിടെയാണോ അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അവിടെ സമ്പത്തിന്റെ ഒരു വലിയ കൂമ്പാരത്തിന് മുകളിൽ ജനിച്ചു വീണിട്ടുള്ള ആളല്ലല്ലോ. ഇല്ല, അതുതന്നെയാണ് അദ്ദേഹം സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. രേഖകൾ സ്പീക്കർക്കല്ല നൽകേണ്ടത്. തീർച്ചയായിട്ടും ബഹുമാന്യനായിട്ടുള്ള തങ്ങളെ മറയാക്കി കുറെ കാലങ്ങളായി ഒരുതരം മാഫിയ പ്രവർത്തനമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെതിരായി ലീഗിൽ നിന്ന് തന്നെ ഇപ്പോൾ അപസ്വരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ലീഗിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, പാണക്കാട് തങ്ങന്മാരുടെ കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, തങ്ങളെ ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽപ്പെടുത്തിയവർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും. തെളിവുകൾ ഹാജരാക്കും. ബഹുമാന്യനായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരായി
അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് അസന്നിഗ്ധമായി സഭയിൽ പറയുകയും ചെയ്തു. അത് അബ്ദുറഹിമാൻ നഗർ ബാങ്കിനും ബാധകമാണ്. അതിന്റെ ഒരു പ്രതികാരമൊന്നുമല്ല. പിന്നാലെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ പിന്നാലെ ഉണ്ടാകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് അവരെന്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. എനിക്ക് അവരോടും വലിയ സ്നേഹമാണ്. ഞാൻ അവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ പിന്നാലെ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. ആരുടെ വീട്ടിലും പണം കായ്ക്കുന്ന മരമൊന്നുമില്ലല്ലോ. അധികാരവും പദവിയും ഉപയോഗിച്ച് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ ഇവിടെ. ആ കാലത്തൊക്കെ എന്തൊക്കെ നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഖത്തറിലെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണങ്ങൾ നടക്കണം. അങ്ങനെ സംശയിക്കണം. അതുകൊണ്ടാണ് AR നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി പിരിഞ്ഞതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ അവിടെ ഡയറക്ടറായി നിയമിതനായത്. അങ്ങനല്ല, എന്റെ കാര്യത്തിൽ വിശ്വാസത്തിലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ED അന്വേഷിക്കട്ടെ. ഒരു തുറന്ന പുസ്തകം പോലെ ഞാനുണ്ടല്ലോ. എല്ലാം ED അന്വേഷിച്ചില്ലേ? അതും കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ED ആണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. EDയിൽ നിന്നാണല്ലോ നോട്ടീസ് കിട്ടിയിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള തങ്ങളവറുകൾക്ക്. രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണ്, ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇത് ഞാനെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുക? എനിക്ക് ED ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു നെക്സസ് എനിക്കുണ്ടോ EDയുമായിട്ട്? നേരെ മറിച്ച് BJPയുമായി UDFന് നെക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാൻ UDF മുന്നിൽ നിന്നത്. ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തന്നെ. അല്ല, ഇത് AR നഗർ ബാങ്ക് എന്ന് പറഞ്ഞാൽ വേങ്ങരയുടെ തൊട്ടടുത്ത് തന്നെയാണ്. വേങ്ങര നിയോജക മണ്ഡലത്തിലാണ്. ശരി, ഓക്കെ. വീണ്ടും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമായി ആവർത്തിച്ചുകൊണ്ട് KT ജലീൽ ലീഗിന്റെയും സ്ഥാപനങ്ങൾ മറയാക്കിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും മകനും ഇബ്രാഹിം കുഞ്ഞു മുഖേനയാണ് കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിക്കൽ തുടരുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങളെ EDക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ED ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തു. പാണക്കാടെത്തിയാണ് ED മൊഴിയെടുത്തത് എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് KT ജലീൽ. ഏതായാലും EDക്ക് പരാതി നൽകും എന്നുള്ളതുകൂടി KT ജലീൽ പറഞ്ഞിരിക്കുന്നു. മലപ്പുറത്തെ സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ഉള്ളത്. കുഞ്ഞാലിക്കുട്ടിയുടെയും മകന്റെയും സാമ്പത്തിക ഇടപാടിൽ കൃത്യമായ ദുരൂഹതയുണ്ട്. ഇത് സംബന്ധിച്ച് EDക്ക് പരാതി നൽകും എന്നുകൂടി പറയുന്നു. മൂന്നാം തവണ ED പാണക്കാട്ടെത്തി 2 തവണ നോട്ടീസ് കൊടുത്ത ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാണക്കാട്ടെത്തി ഹൈദരാലി തങ്ങളിൽ നിന്ന് നേരിട്ട് മൊഴിയെടുത്തു എന്നുകൂടിയാണ് KT ജലീൽ പറഞ്ഞിരിക്കുന്നത്. സമരത്തിന്റെ പകർപ്പും അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു. VV അരുൺ വീണ്ടും അതിരൂക്ഷമായി തന്നെ ആരോപണങ്ങളെല്ലാം ആവർത്തിക്കുന്നതിനൊപ്പം
ഇഡിക്ക് താൻ തന്നെ പരാതി നൽകുമെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു കെ ടി ജലീൽ. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്? പാണക്കാട്ട് തറവാട്ടിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അന്വേഷണം എത്തിയെന്നാണ് കെ ടി ജലീൽ പറയുന്നത്. 2 തവണ പാണക്കാട് തങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. പക്ഷെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം 2 തവണയും ഹാജരാകാത്തത്. പിന്നീട് ഇ ഡി ഉദ്യോഗസ്ഥർ നേരിട്ട് പാണക്കാടെത്തി തങ്ങളുടെ മൊഴിയെടുത്തു എന്നാണ് ഇപ്പോൾ ഈ കെ ടി ജലീൽ വെളിപ്പെടുത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആദ്യം എത്തിയത്. അവിടെ നിന്ന് സ്വകാര്യ വാഹനത്തിൽ പാണക്കാട്ട് തറവാട്ടിലേക്ക് എത്തുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും അതിന്റെ സ്ഥാപനങ്ങളെയും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള കേന്ദ്രമാക്കി വഴിയായി കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഉപയോഗിക്കുന്നുവെന്ന വെളിപ്പെടുത്തലാണ്, അത്തരം ആരോപണമാണ് ഇപ്പോൾ കെ ടി ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതിനകം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. താനും പരാതി നൽകും. മാത്രമല്ല മലപ്പുറത്തെ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് മലപ്പുറത്തെ സഹകരണ ബാങ്കുകളിൽ വലിയ നിക്ഷേപം, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപം മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കേരള ബാങ്കിൽ ലയിക്കാൻ പറഞ്ഞപ്പോഴും മലപ്പുറത്തെ സഹകരണ ബാങ്കുകൾ തയ്യാറാകാതിരുന്നത്, അവിടുത്തെ ജില്ലാ ബാങ്ക് ലയിക്കാൻ മടിച്ചു നിന്നത്. ഇതിൽ അന്വേഷണം വേണം. AR നഗർ സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടാൻ സഹകരണ മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും ജലീൽ പറയുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ മകന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപമുണ്ട്. NRI അക്കൗണ്ട് ഉണ്ട് എന്നാണ് ബാങ്കിൽ ഉണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. പക്ഷേ ആ ബാങ്കിന് NRI അക്കൗണ്ട് തുടങ്ങേണ്ട ലൈസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സഭയിൽ കുഞ്ഞാലിക്കുട്ടി നടത്തിയ വാദം കളവാണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്കും കത്ത് നൽകും. പണം പിൻവലിച്ച് സംബന്ധിച്ചും കുഞ്ഞാലിക്കുട്ടിയുടെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ട്. അതിലാണ് പണം പരാതി നൽകുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഈ ബാങ്കിൽ നിക്ഷേപിച്ച പണം പിൻവലിച്ചത് ഹാഷിക്കെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ നേരിട്ടെത്താതെയാണ്. അതെങ്ങനെ, ആര് പിൻവലിച്ചു, പലിശയടക്കം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ പണം പിൻവലിച്ചതെന്ന് വ്യക്തമാക്കണം. 103 കോടി രൂപയുടെ നിക്ഷേപത്തിന് 110 കോടി രൂപയാണ് ഈ ബാങ്കിൽ നിക്ഷേപമുള്ളതായി, രേഖകളില്ലാത്ത നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 7 കോടി രൂപയുടെ മാത്രമാണ് ഇതുവരെയും രേഖകൾ ഹാജരാക്കി പണം തിരിച്ചെടുത്തിട്ടുള്ളത്. 103 കോടി രൂപയുടെ നിക്ഷേപത്തിന് ഇതുവരെയും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലിശയടക്കം 1.5 കോടി രൂപ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിക്ക് പിൻവലിച്ചു എന്നും പറയുന്നു. പക്ഷേ വിദേശത്തുള്ള ഹാഷിക്ക് എങ്ങനെയാണ് പണം പിൻവലിച്ചതെന്ന് ജലീൽ ചോദിക്കുന്നു. ED ഉപയോഗിച്ച് തന്നെ, നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ വേട്ടയാടിയ ED ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും മറുപടി പറയുകയാണ് ഇപ്പോൾ ജലീൽ ചെയ്യുന്നത്. ചന്ദ്രികയുടെ ലീഗ് മുഖപത്രമായ ചന്ദ്രികയ്ക്ക് വേണ്ടിയുള്ള 10 കോടി രൂപയാണ് നേരത്തെ നിക്ഷേപിച്ചത്. അതിന്റെ ഉറവിടം തേടിയാണ് പാണക്കാട് തറവാട്ടിലേക്ക് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എത്തിയെന്ന വെളിപ്പെടുത്തലും കെ ടി ജലീൽ നടത്തിയിരിക്കുന്നു. വി അരുൺ, ഏതായാലും രൂക്ഷമായ ആരോപണങ്ങൾ ആവർത്തിയൂടെ ചെയ്തിരിക്കുന്നു. മുഹമ്മദ് ഷഹീദും നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹീദ്, പാണക്കാട് തങ്ങളെ ഇഡിക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തു, ലീഗിനെ മറയാക്കിക്കൊണ്ട് കള്ളപ്പണം ഇടപാടുകൾ നടത്തുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. പാണക്കാട് കുടുംബത്തിലേക്ക് ഇഡി വന്ന് മൊഴിയെടുക്കുകയുണ്ടായി എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ കൂടി കെ ടി ജലീലിന്റെ ഭാഗത്തുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഇതുവരെ? അപർണ, മുസ്ലിം ലീഗ് നേതൃത്വം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കേന്ദ്രങ്ങളൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ജലീലിന്റെ ഈ ആരോപണം 2 ദിവസം മുമ്പ് നടന്ന മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗത്തിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ KS ഹംസ ഈ യോഗത്തിനുള്ളിൽ ഉന്നയിച്ചിരുന്നു. അക്കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ചന്ദ്രികയുടെ മുസ്ലിം ലീഗിന്റെ സ്ഥാപനങ്ങൾ, പ്രധാനമായും ചന്ദ്രിക ദിനപത്രം എന്ന് അദ്ദേഹം പേരെടുത്ത് പറയുകയുണ്ടായി. ആ ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് വലിയ തോതിൽ നടക്കുന്നതെന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ ആ രീതിയിലുള്ള കള്ളപ്പണം നിക്ഷേപമുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചന്ദ്രയുടെ എഡിറ്ററും പാർട്ടിയുടെ പ്രസിഡന്റുമായ ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും ഹംസയുടെ വിമർശനമുണ്ടായിരുന്നു. അക്കാര്യം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ ടി ജലീൽ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അല്ലെങ്കിൽ പരസ്യമായി തന്നെ അത്തരമൊരു ഉത്തരവാദിത്തത്തോടുകൂടിയ നിലപാട് അല്ലെങ്കിൽ ഒരു ആരോപണമായി അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ മുസ്ലിം ലീഗ് നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ ഉയർന്ന വിമർശനം ജലീൽ ഇപ്പോൾ പുറത്തു നിന്നുള്ള CPM പക്ഷത്തുള്ള ആളാണെങ്കിൽ പോലും അത് പരസ്യമായി ഉന്നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. പ്രധാനമായും മുസ്ലിം ലീഗിനുള്ളിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന സാമ്പത്തിക ഇടപാട് പാർട്ടിയെ തന്നെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് നീങ്ങുന്നു എന്ന വിമർശനം മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ വിമർശനമാണ് കഴിഞ്ഞ ദിവസം യോഗത്തിലും ഉണ്ടായിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയായി വന്ന 10 കോടി ഉൾപ്പെടെയുള്ള പണം ചന്ദ്രിക അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ള ആരോപണം ആ ഘട്ടത്തിൽ തന്നെ വലിയ തോതിൽ ഉയർന്നിരുന്നു. വിജിലൻസ്
ചന്ദ്രികയിൽ ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പാർട്ടിയുടെയും ഈ പത്രത്തിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നുള്ള നിലയിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ്, കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും തങ്ങൾ ഇപ്പോൾ ഈ കെ ടി ജലീലും ഒപ്പം തന്നെ കെ എസ് ഹംസ കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിലും ഒരു വിഷയം ഉന്നയിച്ചിരുന്നു. ഈ തരത്തിൽ എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടായതിനെ തുടർന്നാണ് മാനസികമായി വലിയ പ്രയാസത്തിലായ തങ്ങൾ ആരോഗ്യം പോലും വഷളാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും ഹൈദരലി തങ്ങൾ ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തോളമായി ചികിത്സയിൽ കഴിയുകയാണ്. ആ രീതിയിൽ ആരോഗ്യനില മോശമാകുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിൽ പാർട്ടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം നീക്കങ്ങളാണ് എന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഉയർത്തിയിരുന്നു. അതിന് സമാനമായ ഒരു ഏതായാലും പാണക്കാട് നിന്നും ലീഗ് വൃത്തങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല കൂടിയാണ് ഷഹീദ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം വി അരുണും തിരുവനന്തപുരത്ത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. ചർച്ച ചെയ്യണമെന്നാണ് ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇത് കോവിഡ് മൂലമുണ്ടാകുന്ന സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിലെ സാധാരണ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഗൗരവകരമായി സഭ നിർത്തിവെച്ച് 2 മണിക്കൂറെങ്കിലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഗവൺമെന്റ് ബാങ്കേഴ്സ് മീറ്റിംഗ് വിളിക്കാത്തതുകൊണ്ടും മൊറട്ടോറിയങ്ങൾ പ്രഖ്യാപിക്കാത്തതുകൊണ്ടും കേരളത്തിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും 10,000-കണക്കിന് റിക്കവറി നോട്ടീസുകളും റിക്കവറി പ്രൊസീഡിങ്സും അതുപോലെ അറ്റാച്ച്മെന്റ് നോട്ടീസും അയച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ മുഴുവൻ ജപ്തി ഭീഷണിയുടെ നിഴലിലാണ്. കഴിഞ്ഞ വർഷം 8-ാം മാസം ഓഗസ്റ്റ് മാസത്തിൽ അവസാനിച്ചതാണ് മൊറട്ടോറിയം. അതിനുശേഷവും സാമ്പത്തിക രംഗവും വിപണിയും സജീവമാകാത്തതുകൊണ്ട് ആർക്കും പണം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും ഒരുപാട് ബിസിനസ്സും ഇൻഡസ്ട്രിയും ഒക്കെ തകർന്നു പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മൊറട്ടോറിയം നിലവിലില്ലാത്തതുകൊണ്ട് നിരന്തരമായി ഈ റിക്കവറി നോട്ടീസുകളും അതുപോലെ അറ്റാച്ച്മെന്റ് നോട്ടീസുകളും ഒക്കെ പോവുകയാണ്. മാത്രമല്ല പല NBFCകളും ഗുണ്ടകളെയാണ് അയക്കുന്നത്. പല വട്ടിപ്പലിശക്കാരും ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. പരിതാപകരമായൊരു സാഹചര്യമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ഇക്കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധ ചെലുത്തുന്നില്ല. നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും റിസർവ് ബാങ്കിനെ സമീപിക്കാനോ ബാങ്കുകളുടെ യോഗം വിളിച്ചു ചേർക്കാനോ സാമ്പത്തിക നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഞങ്ങൾ ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ്, ഈ പോക്ക് പോയാൽ കേരളം ആത്മഹത്യയുടെ വക്കിലാണ്. ഒരുപാട് ആളുകൾ ഈ കടക്കണി മൂലം വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരികയാണ്. ആത്മഹത്യകളല്ല ഇതിന്റെ പരിഹാരം. അപ്പം ഗവൺമെന്റിന്റെ ഒരു താങ്ങും തണലും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. എല്ലാ റിക്കവറി നടപടികളും നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. എല്ലാ റിക്കവറി നടപടികളും കുറച്ചു ദിവസത്തേക്കെങ്കിലും നിർത്തിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ഈ ആത്മഹത്യയെ കാണണ്ട. വ്യാപകമായി ആത്മഹത്യകൾ ഉണ്ടാവുകയാണ്. കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും വരികയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഗൗരവതരമായി ആലോചിക്കണം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യഘട്ടത്തിലെ ഒരു പ്രയാസമാണ്. ഇപ്പൊ TPR നിരക്ക് അടിസ്ഥാനമാക്കി ട്രിപ്പിൾ ലോക്ക്ഡൌണും സ്വീകരിക്കുന്നത് അശാസ്ത്രീയമാണ് എന്ന ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. വളരെ വ്യക്തമായി 1 മാസക്കാലമായി ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരുപാട് പരിഹാസവും ആക്ഷേപവുമാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. എന്താണ് ഈ പറയുന്നത്? ഇപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കൂടി അതിന് പിന്തുണ കൊടുക്കുകയും അവരത് പറയുകയും ചെയ്യും. ഇന്നിപ്പോൾ സർക്കാർ അതിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് തിരക്ക് നിയന്ത്രിച്ച് കോവിഡ് വ്യാപനത്തെ തടയേണ്ടതിന് പകരം തിരക്ക് വർദ്ധിപ്പിക്കുന്ന നിയന്ത്രണ രീതിയാണ് സർക്കാർ കൊണ്ടുവന്നത്. അതിൽ അശാസ്ത്രീയത ഉണ്ട്. അത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അതിലേക്ക് സർക്കാർ വന്നിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമുക്കത് പറയാനുള്ളത് ലിവ് വിത്ത് കോവിഡ് എന്നാണ്. കോവിഡിനോടൊപ്പം ജീവിക്കുക എന്നാണ് ലോകത്തെ രാജ്യങ്ങൾ മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. അതായത് ജീവിത മാർഗങ്ങളോ ഉപജീവന മാർഗങ്ങളോ ജീവിതമോ ഉപേക്ഷിച്ചിട്ടല്ല കോവിഡിനെ നേരിടേണ്ടത്. ജീവിത മാർഗങ്ങൾ നിലനിർത്താനും ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം നിലനിർത്തിക്കൊണ്ട് അതിനെ ഒരു ക്രമസമാധാന പ്രശ്നമായി നേരിടാതെ അതൊരു ആരോഗ്യ പ്രശ്നമായി നേരിട്ടുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യണം. എല്ലാ രാജ്യങ്ങളും അതിലേക്ക് വന്നു. അപ്പോൾ ലോകത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഈ സമീപനങ്ങളെ മാറി നിന്നല്ല നമ്മൾ ചെയ്യേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് ഇന്ന് എടുത്തിരിക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത് ഞങ്ങൾ മുൻകൂട്ടി നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി വന്നു. അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ, കോവിഡ് മരണ നിരക്ക് മറച്ചു വയ്ക്കുകയായിരുന്നു സർക്കാർ. ഇന്ന് മന്ത്രി എന്താ പറഞ്ഞത്? ജൂലൈ വരെയുള്ള കോവിഡിന്റെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലുമുള്ള ജൂലൈ വരെയുള്ള മുഴുവൻ കാലഘട്ടത്തിലെയും കോവിഡ് മരണ സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയല്ലേ? പരിശോധിക്കേണ്ട സ്ഥിതിയാണ്. പരിശോധിക്കുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ എന്നും കൂടി ഞങ്ങൾ ഉറപ്പുവരും. കാരണം ഈ മരിച്ചുപോയവരുടെ, ഈ പാവപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന, ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യം പോലും സർക്കാരിന്റെ കണക്കിലെ കളി കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം പ്രഖ്യാപിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിൽ കോവിഡ് മൂലം മരിച്ച എല്ലാ കുടുംബങ്ങൾക്കും കിട്ടും എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളത് ശ്രമിച്ചത്. അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് കടക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ട്. കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിക്കണം, ഒപ്പം ബാങ്ക് റിക്കവറികൾ അടിയന്തരമായി നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുകയാണ് എന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. വി.ഡി. സതീശനൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏതായാലും തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. ഗവൺമെന്റ് തുടർന്ന തെറ്റായ ഒരു നയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കുഴപ്പങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ ഇതാ ഇപ്പോൾ ഇരട്ട കുട്ടികൾ ആത്മഹത്യ, 2 പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കൂലിവേല ചെയ്ത് ജീവിച്ചവർ. അതിൻ്റെ ഫലമാണ്, സാമ്പത്തിക ഇതിൻ്റെ ഇമ്പാക്റ്റാണ്, കോവിഡിൻ്റെ ഇമ്പാക്റ്റ്. അല്ലെങ്കിൽ തന്നെ തൊഴിലില്ല നമ്മുടെ സ്റ്റേറ്റിൽ. ഇങ്ങനെ അടച്ചിടും കൂടി ചെയ്തപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണ്? അപ്പം ഞങ്ങൾ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ഭരണകക്ഷിയെ തിരുത്താനാണ് നോക്കുന്നത്. അല്ലാതെ അതിൽ ഈഗോ അവർക്ക് ആവശ്യമില്ല. ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതായിരുന്നു, യാതൊരു സംശയമില്ല. ഇപ്പോൾ അവർ നയം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല നയങ്ങളും ഇപ്പോൾ TPR ഞങ്ങളന്ന് ചർച്ചയിൽ പറഞ്ഞു അശാസ്ത്രീയമാണ്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മീഡിയ പലരും അത് അത് വളരെ നല്ല നിലയിൽ കൊടുത്തു. അതിപ്പോൾ ജനങ്ങൾക്കും ബോധ്യമായി. വ്യാപാരികൾ, അതുപോലെ ചെറുകിട വ്യവസായികൾ, കൂലിപ്പണിക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ഇവരുടെ പ്രശ്നമാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത്. അവരൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതേ പ്രശ്നം ഇന്ന് ആത്മഹത്യയായി ഞങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. ഞങ്ങൾക്ക് അതിൽ അങ്ങേയറ്റത്തെ സങ്കടമുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇപ്പം തിരുത്തുന്നുണ്ട്. ഇനി അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെല്ലാം എത്രയോ നിയമസഭയിലും കേരളത്തിലും ഒക്കെ ഇതിനു മുമ്പ് ചർച്ച വന്നിട്ടാണല്ലോ. ഈ പാലാരിവട്ടം ആയിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രികയിൽ പണം നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ എത്ര ചർച്ച നടന്നതാ.
നിയമസഭയിൽ തന്നെ ഇബ്രാഹിം കുഞ്ഞ് ഉണ്ടായിരുന്ന കാലത്ത് ദീർഘമായി അത് സംബന്ധിച്ച് ചർച്ച നടന്നതാണ്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രികയിലെ ഒരു സാമ്പത്തിക ഇടപാടിനും തങ്ങൾ ഒരു നിലക്കും ഉത്തരവാദി അല്ല എന്നുള്ള റെക്കോർഡ് ചന്ദ്രികയിൽ നിന്ന് ചന്ദ്രിക കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ഡയറക്ടർ ആ കേസിൽ ഇഡിക്ക് സമർപ്പിച്ചു. അതും പത്ര റിപ്പോർട്ട് വന്നതാണ് ആ കാലത്ത്. ഇപ്പോൾ ഒരു പുതിയ വിഷയം മാതിരി അവതരിപ്പിക്കുകയാണ്. അതും ആ കാലത്ത് വന്ന അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി തങ്ങളോട് വന്ന് ചോദിച്ചു, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, പവർ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വന്ന് ചോദിച്ചു. അതിനൊരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തു. കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ കണ്ണടച്ച് നിഷേധിച്ചുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതാണ്. ഇത് മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ അല്ല ചെയ്തിരിക്കുന്നത്. പാണക്കാട്ടെത്തെ ഹൈദരാബാദ് ശിഹാബ് തങ്ങളോട് വെരിഫിക്കേഷൻ നടത്തുക മാത്രമാണ്, ചില കാര്യങ്ങളിലുള്ള സ്ഥിരീകരണം നടത്തുക മാത്രമാണ് ഇ.ഡി. ചെയ്തത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശനും പ്രതിപക്ഷ നേതാക്കൾ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് സർക്കാർ കൊണ്ടുവന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിന് തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. പൂർണ്ണമാവുകയാണ് ന്യൂസ് റൂം ലൈവ്. അല്പസമയത്തിനുള്ളിൽ വാർത്തയിൽ നിന്ന് കാണാം. നമസ്കാരം.